ADGPയും ദത്താത്രേയ ഹൊസബല്ലയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പ്രതികരിക്കുകയാണ് RSS നേതാവ് A. ജയകുമാർ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിൽ ആദ്യമായല്ല ഏതെങ്കിലും ADGP RSS നേതാക്കളെ കാണാൻ വരുന്നത്. അതിനൊക്കെ നോട്ടീസ് അയക്കാൻ തുടങ്ങിയാൽ സർക്കാർ ഇതിനായി പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങേണ്ടി വരുമെന്നാണ് പരിഹാസം. നവമി ദിനേശ് ഒപ്പം VV വിനോദ് ഇതിന് വിവരങ്ങൾ നൽകും. ആദ്യം നവമിയിലേക്ക്. നവമി, എന്തൊക്കെയാണ് FB പോസ്റ്റിൽ പറയുന്നത്? നമുക്കറിയാം, ഈ ADGPയും RSS നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ അത് വലിയ രീതിയിൽ തന്നെയാണ് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പ്രതികരണമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി A. ജയകുമാർ എത്തിയിരിക്കുന്നത്. ഈ ഫേസ്ബുക്കിൽ ഒരു ചിത്രം കൂടി നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ APJ അബ്ദുൽ കലാം ഒരു RSS ഫൗണ്ടറിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ തൊഴുന്ന ഒരു ദൃശ്യം കൂടി കാണിച്ചുകൊണ്ടാണ്, ഒരു ഫോട്ടോ കൂടി നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഞാൻ പറയാം. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ആദ്യമായല്ല ഏതെങ്കിലും ഒരു ADGP RSS നേതാക്കളെ കാണാൻ വരുന്നത്. IAS IPS ഉദ്യോഗസ്ഥരും ശക്തിമാർ വരെ RSS നേതാക്കൾ ADGP RSS കൂടിക്കാഴ്ചയിൽ A. ജയകുമാർ RSS നേതാവിന്റെ പ്രതികരണമാണത്. ഇത്തരം സമാനമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല. നോട്ടീസ് അയക്കുന്നതിനെ പരിഹസിക്കുകയാണ്. ഇതിനായി അങ്ങനെയെങ്കിൽ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങട്ടെ എന്നുള്ളതായിരുന്നു പരിഹാസം. ഇതാദ്യമായിട്ടല്ല ഒരു RSS നേതൃത്വത്തെ കാണാൻ ഉന്നത ഉദ്യോഗസ്ഥരെത്തുന്നത് എന്നുള്ളതാണ്. നവമി, തുടരാം. അത് തന്നെയാണ് ആ ഒരു വളരെ പരിഹാസത്തോടു കൂടിയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, താൻ പൊതുപ്രവർത്തനത്തിൽ ചെന്ന് കണ്ടവരെയും RSS നേതാക്കളെ കണ്ടവരുടെയും ലിസ്റ്റ് തിരഞ്ഞു പോയാൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മതവിഭാഗങ്ങളിലും പെട്ട നൂറുകണക്കിന് നേതാക്കൾ ഉണ്ടാകും. അതിനൊക്കെ നോട്ടീസ് അയക്കാൻ തുടങ്ങിയാൽ സർക്കാർ ഇതിനായി പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങേണ്ടി വരും. അതായത് ADGPയുടെ ഈ കൂടിക്കാഴ്ച അത് ഇത്രയും വിവാദമാക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ പ്രവർത്തകർ നിരവധി പേരാണ്, നൂറുകണക്കിന് ആളുകളാണ് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത്രയേറെ വലിയൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, അദ്ദേഹം ഈ ശ്രീധരൻ സാറിന്റെ, അതായത് മെട്രോമാന്റെ വീട്ടിലിരിക്കുമ്പോഴായിരുന്നു ഒരു മാധ്യമപ്രവർത്തകൻ ഫോണിൽ വിളിച്ച് ചോദിക്കുന്നത് DGPയുടെ ഓഫീസിൽ നിന്നും തെളിവെടുപ്പിനായി ഒരു നോട്ടീസ് കിട്ടിയോ എന്ന്. തെല്ല ആശ്ചര്യത്തോടും എന്നാൽ നിസ്സംഗതയോടും തനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് താൻ മറുപടി പറഞ്ഞു. പിന്നീട് താൻ ചില ചാനലുകൾ കാണുമ്പോഴാണ് അറിയുന്നത് DGPയുടെ ഓഫീസിൽ നിന്നും RSS നേതാവായ ജയകുമാറിന്, അതായത് തനിക്ക് ഇത്തരത്തിലൊരു നോട്ടീസ് അയച്ചു എന്ന് പല മാധ്യമങ്ങളിലും വാർത്ത വന്നത്. പക്ഷെ തനിക്ക് അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല. RSS അല്ലെങ്കിൽ IAS രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ അതൊരു പുതിയ സംഭവമല്ല. നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ കൂടിക്കാഴ്ചകൾ നടത്താറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അതിന്റെയൊക്കെ അർത്ഥം, അല്ലെങ്കിൽ എന്തിനാണ് ആ കൂടിക്കാഴ്ച, എന്താണ് സംസാരിക്കുന്നത്, ഇതൊക്കെ വഴിയെ മനസ്സിലാകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. സമ്പർക്ക് പ്രമുഖ് എന്ന നിലയിൽ ഇനിയും പ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ തുടരും. നോട്ടീസ് കിട്ടിയാലും ഇല്ലെങ്കിലും കൂടിക്കാഴ്ചയിലെ അന്തസാരം വഴിയെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോളും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു APJ അബ്ദുൽ കലാം ഓഫറിംഗ് ഫ്ലവേഴ്സ് ടു ഡോക്ടർ KB ഹെക്വർ, ഫൗണ്ടർ ഓഫ് RSS എന്നുള്ളൊരു ഫോട്ടോ കൂടി നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതായത് APJ അബ്ദുൽ കലാം മുതൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെ RSSലെ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ ഫൗണ്ടർമാരെ ഒക്കെ കാണുകയും അവരുമായി സംസാരിക്കുകയും അല്ലെങ്കിൽ അവരുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും തൊഴുകയും ഒക്കെ ചെയ്യും. അതിനർത്ഥം ഇത് വലിയ വിവാദമാക്കേണ്ട കാര്യമില്ല. ഇതിന്റെ അർത്ഥം എന്തൊക്കെയാണെന്ന് ജനങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. ാണ് അത് RSS നേതാവ് പ്രതികരിക്കുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല എന്നുള്ളതാണ്. CPI